എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിലെ 2-ാം അധ്യായത്തിലെ 41 മുതൽ ഉള്ള ശ്ലോകത്തിൻ്റെ അർത്ഥവും സാരവും പറയാം. ശ്ലോകം 41. ഉപായോ നാഭരോസ്തീതി കർണേ കർണേ ജപഞ്ജനാഃ യോഗിനാ നാരദേനാഭി സ്വയം ജ്ഞായതൂയത്. ഉപായോ നാവരോസ്തീതി കർണേ കർണേ ജപഞ്ജനാഃ യോഗിനാ നാരദേനാഭി സ്വയം ജ്ഞായതൂയത്. ഇവയൊന്നും കൂടാതെ മറ്റൊരുപായവുമില്ലെന്ന് ജനങ്ങളെല്ലാവരും സ്വകാര്യമായിട്ട് ചെവിയിൽ മന്ത്രിച്ചു തുടങ്ങി. യോഗിയായ നാരദർ കൂടെ അറിയാതിരിക്കുന്ന ഉപായം എന്തിരിക്കുന്നു എന്നാണ് സകലരും മന്ത്രിച്ചത്. ശ്ലോകം 42. തത്കഥം ശക്യതേ വക്തും മിരേരികമാനുഷൈഃ ഏവം ശർഷിഗണൈ പൃഷ്ഠേ നിർനിയോക്തം ദുരാസദം. തത്കഥം ശക്യതേ വക്തും മിരേരികമാനുഷൈഃ ഏവം ശർഷിഗണൈ പൃഷ്ഠേ നിർനിയോക്തം ദുരാസദം. ദേവർഷിയായ നാരദർക്കും കൂടെ അറിവില്ലാത്തതായ ഉപായം മനുഷ്യരായ മറ്റു മുനിമാരാൽ എങ്ങനെ അറിയപ്പെടും? എന്നീ പ്രകാരം നിശ്ചയിച്ച മുനിമാരെല്ലാം ഈ ഉപായം ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നു തന്നെ തീർച്ചപ്പെടുത്തി പറഞ്ഞു. ശ്ലോകം 43. തതശ്ചിന്താതുരാസോധ ബദരീവനമാഗതഃ തപശ്ചരാമി ചാത്രേതി തദർത്ഥം കൃതനിശ്ചയഃ. തദശ്ചിന്താതുരസോധ ബദരീവനമാഗതഃ തപശ്ചരാമി ചാത്രേതി തദർത്ഥം കൃതനിശ്ചയഃ. അനന്തരം ചിന്താതുരനായ നാരദൻ ബദരീവനത്തെ പ്രവേശിച്ചു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ കല്യതാ പ്രാപ്തിക്കു ഉപകരിക്കുന്ന ഉപായം ലഭിപ്പാനായിക്കൊണ്ട് ഞാൻ ഇവിടെ തപസ്സു ചെയ്യുന്നേൻ എന്ന് നിശ്ചയിച്ചു. ശ്ലോകം 44. താവദർശപുരത് സനകാദ്യാൻ മുനീശ്വരാൻ കോടി സൂര്യ സമാഭാസാൻ അനുവാചാമുനിസത്തമഃ. താവദർശപുരത് സനകാദ്യാൻ മുനീശ്വരാൻ കോടി സൂര്യ സമാഭാസാൻ ഉവാചാമുനിസത്തമഃ. തപസ്സിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ശേഖരിച്ച് തപസ്സിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സനകാദികളായ മുനീശ്വരന്മാരെ മുൻഭാഗത്ത് വന്നതായിട്ട് കണ്ട് കോടി സൂര്യസമാതനായ ശോഭയോടുകൂടിയ അവരോട് മുനികളിൽ വെച്ച് ഉത്തമനായ നാരദൻ പറഞ്ഞു. ശ്രീനാരദോവാച ഇദാനീം ഭൂരിഭാഗേന ഭവദ്ഭിസംഗമസിതഃ കുമാര വദതാം ശീഘ്രം കൃപാം കൃത്വാ മമോപരി. ശ്ലോകം 46. ഭവന്തോ യോഗിനഃ സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാഃ പഞ്ചകായന സംയുക്താ പൂർവേഷാമഭിപൂർവജാഃ. 47. സദാ വൈകുണ്ഠനിലയാഃ ഹരികീർത്തനതത്പരാഃ ലീലാമൃതരസോന്മത്താ കഥാമാത്രൈകജീവിനഃ. 48. ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ അധ കാലസമാധിഷ്ഠ ജരായുഷ്മാനബാധതേ. 49. യേഷാം ഭ്രൂമംഗമാത്രേണ ദ്വാരപാലോ ഹരേ പുരാ ഓമോ നിവേദിതോ സദ്യോ യത്പ്രപാദാപുരം ഗതോ. 50. അയോഭാഗിന്യയോഗേന ദർശനം ഭവതാമിഹ അനുഗ്രഹമസ്തു കർത്തവ്യോ മയി ദീനേ ദയാവരേഹി. ശ്രീനാരദൻ പറഞ്ഞു, സങ്കടപ്പെട്ടിരിക്കുന്ന ഈ സമയത്തിൽ മഹാഭാഗ്യത്താൽ നിങ്ങളോടുകൂടെ സംഗമം സിദ്ധിച്ചു. ഹേ കുമാരന്മാരെ, എൻ്റെ മേൽ കാരുണ്യമുണ്ടായിട്ട് ഞാൻ ചോദിക്കുന്നതായ ഈ സംഗതിക്ക് ശീഘ്രം മറുപടി പറയണം. നിങ്ങളെല്ലാവരും യോഗികളും ബുദ്ധിമാന്മാരും മഹാകീർത്തിശാലികളുമാണ് എന്നും 5 വയസ്സിൽ നിന്ന് അതിക്രമിക്കാത്ത വിധം
നിർവികാര ശരീരന്മാരും പൂർവന്മാരും പൂർവം ജനിച്ചവരും എപ്പോഴും വൈകുണ്ഠത്തിൽ വസിക്കുന്നവരും ഹരികീർത്തനത്തിൽ താൽപ്പര്യമുള്ളവരും ഭഗവാന്റെ അവതാര ലീലാമൃത രസത്തെ പാനം ചെയ്ത് സന്തോഷിക്കുന്നവരും ഹരികഥ കൊണ്ട് തന്നെ ജീവിതം നയിക്കുന്ന സ്വഭാവമുള്ളവരും നിത്യവും ഹരിനാമ സങ്കീർത്തന മാഹാത്മ്യത്താൽ കാലവശാൽ സകലരെയും ബാധിക്കുന്നതായ ജരയുടെ ബാധയില്ലാത്തവരുമാകുന്നു. നിങ്ങളുടെ മഹിമ വാക്കിനു വിഷയമല്ലാത്തതാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പുരികങ്ങളുടെ ചലനമാത്രത്താൽ ശ്രീഹരിയുടെ ജയവിജയന്മാർ ഭൂമിയിൽ ജനിക്കേണ്ടവരായി ഭവിച്ചു. നിങ്ങളുടെ കാരുണ്യത്താൽ തന്നെ 3 ജന്മം കൊണ്ട് പിന്നെയും അവർക്ക് വൈകുണ്ഠസ്ഥാനം ലഭിക്കുകയും ചെയ്തു. അത്ര മഹാന്മാരായിരിക്കുന്ന നിങ്ങളുടെ ദർശനം ഈ ബദരിയാശ്രമത്തിൽ സിദ്ധിച്ചത് എൻ്റെ മഹാഭാഗ്യം കൊണ്ട് തന്നെയാകുന്നു. ദുഃഖിതനായ എന്നെ ദയാലുക്കളായ നിങ്ങൾ അനുഗ്രഹിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.